നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദൈവമേ, എന്റെ വിഷ്ണുവേട്ടന് ആയുരാരോഗ്യവും സമ്പൽ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ കല്യാണ നിശ്ചയം വരെ എത്തിയതാ. അവളുടെ അച്ഛനമ്മമാരുമായി എല്ലാം പറഞ്ഞുറപ്പിച്ചു. അച്ഛനമ്മമാരോ? അതെ മാഡം, നല്ല ഒന്നാം തരം തറവാട്ടിൽ പറഞ്ഞ കുട്ടിയായിരുന്നു കാർത്തിക. എന്നിട്ട് എന്താ ഉണ്ടായത്? സത്യം പറഞ്ഞ അതാ മാഡം എനിക്ക് മനസ്സിലാവാത്തത്. നിശ്ചയ പന്തലിൽ നിന്ന് മുങ്ങിയതവള്. പ്രത്യേകിച്ച് ഒരു കാരണവും ഞങ്ങൾക്കാർക്കും അറിയില്ല. പക്ഷേ അത് ഞങ്ങൾക്ക് വലിയ നാണക്കേടായി. അച്ഛനടക്കം എല്ലാവരും എന്നെയാ പഴിക്കുന്നത്. ഞാൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയായതുകൊണ്ട് പെണ്ണ് ഓടിപ്പോയെന്നൊക്കെയാ നാട്ടിൽ പ്രചരിക്കുന്നത്. ആ കുടുംബത്തിന് ചീത്തപ്പേരാ. എനിക്കിവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എന്നിട്ട് അവളെ കൊണ്ട് തന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം മുന്നിൽ വെച്ച് സത്യം പറയിപ്പിക്കണം. ഞാനല്ല തെറ്റുകാരനെന്ന്. അതിനുവേണ്ടിയാ ഞാനിവിടെ എത്തിയത്. അപ്പോ ഇയാളീ നാട്ടുകാരനല്ലേ? അല്ല മാഡം, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ അവള് വന്നിറങ്ങുന്നതിന്റെ CCTV ഫുട്ടേജ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് അവളെ അന്വേഷിക്കാൻ വന്നതാ ഞാൻ. കുറച്ച് കൂടുതൽ ഫോട്ടോസ് ഫോർവേഡ് ചെയ്യാൻ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാഡത്തിന്റെ കാറിന് മുന്നിൽ ഞാൻ. ഐ എം റിയലി സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. അല്ല, എന്താ ഇയാളുടെ പേര്? ജയശങ്കർ. ജയശങ്കർ. അപ്പൊ ഇവളെ കണ്ടുകിട്ടിയ എന്താ ജയശങ്കറിന്റെ അടുത്ത പ്ലാൻ? തൂക്കിയെടുത്തോണ്ട് ഞാൻ എന്റെ നാട്ടിൽ കൊണ്ടുപോകും. അവള് ചെയ്തതിനും ഞങ്ങൾക്ക് വരുത്തിയ മാനക്കേടിനും എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കും ഞാൻ. എങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടും. അപ്പൊ അവളെ ഇനിയും കല്യാണം കഴിക്കാൻ ജയശങ്കറിന്? അതൊന്നും ആലോചിച്ചിട്ടില്ല. ആദ്യം സാധനത്തെ ഒന്ന് കൈ കിട്ടണം, അതാണ് അത്യാവശ്യം. അല്ല മേഡം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഇവളെ എവിടെങ്ങാനും കണ്ടിട്ടുണ്ടോ മേഡം? ഇല്ലില്ല. താൻ പറഞ്ഞ കഥയുടെ ബാക്കി എന്താണെന്നറിയാൻ ഒരു ആകാംക്ഷ തോന്നി. എന്തായാലും ഇയാളുടെ ഫോൺ നമ്പർ ഒന്ന് തന്നേക്ക്. ആ കുട്ടിയെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ വിളിച്ചറിയിക്കാം. എന്നാ ഓക്കെ മാഡം, വലിയ സന്തോഷം. ഇതാണ് എന്റെ ഫോൺ നമ്പർ. അല്ല, ഈ നമ്പർ വാങ്ങിയത് എനിക്കെതിരെ കേസ് കൊടുക്കാനൊന്നും അല്ലല്ലോ അല്ലേ? അല്ലടോ, യു ഡോണ്ട് വറി, വി ആർ ഫ്രണ്ട്സ് നൗ. താങ്ക് യു. ആദ്യം ഈ പൊല്ലാപ്പിനൊരു തീരുമാനമാവട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്തതാകാന്ന് കരുതി ചോദിച്ചതാ. പറഞ്ഞല്ലോ, പേടിക്കണ്ട. എന്നെ കൊണ്ട് ജയശങ്കറിന് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല, സഹായം മാത്രമേ ഉണ്ടാകൂ. ആക്ച്വലി ഇയാളുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാഡം. ബൈ ദ വേ, ഐ എം മധുശ്രീ. പേര് മറക്കണ്ട. ശരി മാഡം. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞ സമയമായി. ഇതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു. ഓക്കെ, ബൈ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. Oh my God, oh my God, oh my God! എന്റെ ദൈവമേ, ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എടി കാർത്തികേ, ഇത്ര വേഗം നീ എന്റെ വലയെ വന്ന് വീഴുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഇനി നീ എന്റെ ട്രാപ്പില, നീ പോലും അറിയാത്ത ഈ മധുശ്രീയുടെ ട്രാപ്പിൽ. താങ്ക് യു ഗോഡ്, താങ്ക് യു വെരി മച്ച്.
നമസ്കാരം, എൻ്റെ പേര് ജയശങ്കർ. ദാ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ അറിയുമെന്ന് നോക്കൂ. ഇല്ല, പരിചയമില്ലല്ലോ. അല്ല, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കോ, ഇവിടെ കാണാൻ വന്നിട്ടുണ്ടോന്ന്. ഇല്ല, ഒട്ടും പരിചയമില്ല. ദാ. ഭഗവാനെ, എന്റെ ഹർഷന്റെ ജന്മദിനം കണ്ണെത്താ ദൂരത്താണെങ്കിലും ആയുരാരോഗ്യ സൗഖ്യം നൽകി എന്റെ ഹർഷനെ അനുഗ്രഹിക്കണേ. എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒരുമിപ്പിക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ. തിരുമേനി, എന്തേ? ഒരു പുഷ്പാഞ്ജലി കഴിക്കണം. ഹർഷൻ, മകൻ നക്ഷത്രം. ആയിക്കോട്ടെ. അല്ല, ദമ്പതി പൂജ ചെയ്യുന്നുണ്ടോ? മനസ്സിലായില്ല തിരുമേനി. ദമ്പതി പൂജയോ? കുട്ടി നാട്ടുകാരി അല്ലല്ലേ? അല്ല അല്ല തിരുമേനി. അതുകൊണ്ടാവാ അറിയാത്തത്. ദമ്പതി പൂജ കൂടി ചെയ്യാം. ഈ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജയാണത്. ശിവപാർവതിമാരുടെ മംഗല്യ ദിവസമെന്ന സങ്കല്പം. ആ ദിവസം ഇവിടെ ദമ്പതി പൂജ ചെയ്താൽ ദമ്പതിമാർക്ക് ദീർഘമംഗല്യവും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ ഹർഷൻ എന്ന് പറയുന്നത് ഭർത്താവ് തന്നെയാണല്ലോ അല്ലേ? അതെ അതെ തിരുമേനി. എന്നാൽ ദമ്പതി പൂജ കൂടി ചെയ്യാം. നാനാദേശത്ത് നിന്നുള്ളവർ ഇവിടേക്ക് ഭർത്താക്കന്മാരുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒഴുകിയെത്തുന്ന ദിവസമായി ഇന്ന്. പുണ്യം വർഷിക്കാം. ദൈവമേ, എന്റെ വിഷ്ണുവേട്ടന് ആയുരാരോഗ്യവും സമ്പൽ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കണേ. എങ്കിൽ ദമ്പതി പൂജ കൂടി ചെയ്യട്ടെ. എങ്കിൽ ദമ്പതി പൂജ കൂടി ചെയ്തോളൂ തിരുമേനി. കുട്ടി പ്രദക്ഷിണം ചെയ്ത് പണമടച്ചു വന്നോളൂ. പൂജ ഞാൻ ചെയ്തേക്കാം. ശരി തിരുമേനി. അവൾ എവിടെ പോയി? എവിടെ ഒളിച്ചാലും കണ്ടുപിടിക്കും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.